Good morning, all. Good morning, ma'am. 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 Can you say നോക്കിയോ? എടുത്ത് നോക്കിയോ എല്ലാവരും? Can you say? Clear ആണോ? Doubts വല്ലതുണ്ടോ? ഇല്ല. കണ്ടിന്യൂ ചെയ്യാലോ? ബാക്കി എടുക്കാലോ? ഓക്കെ ആണ്. ആ 7 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തോ അല്ലെ? വെൻഡർ സെലക്ഷന്റെ. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് വെൻഡേഴ്സ്. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് വെൻഡേഴ്സ്. നമ്മൾ എന്താണ് ഒരാളെ വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെ? എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് ആ ഒരു ഫീൽഡിൽ, ആ ഒരാള് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് നമുക്ക് വേണ്ട ആ ഒരു പ്രോഡക്റ്റ് തരാനുള്ള അവരുടെ കപ്പാസിറ്റി അല്ലെ, പ്രീവിയസ് എക്സ്പീരിയൻസ്. പിന്നെ എന്താണ് അവർക്ക് നമുക്ക് വേണ്ട ആ ഒരു പ്രോഡക്റ്റ് തരാനായിട്ട് അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് അല്ലെ, കഴിവുണ്ട് അല്ലെ. ചിലപ്പോ ഒരു ചെറിയ ഒരു വലിയ നമുക്ക് ഒരുപാട് ഒരു ക്വാണ്ടിറ്റിയില് ഒരു സാധനം ആവശ്യമുണ്ട്. പക്ഷെ അതൊരു ചെറിയൊരു സംരംഭമാണ്. ആ ഒരാളുടെ ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ രീതിയിൽ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ അവർക്ക് സാധനങ്ങൾ തരാൻ പറ്റുമോ? ഒരു 1000 അല്ലെങ്കിൽ 2000 തരേണ്ടി വരും. പക്ഷെ അവരെന്താണ് ആകെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഒരു 100ഓ 200ഓ ആണെങ്കിൽ നമുക്ക് കാര്യമുണ്ടോ? ആ ഒരു വെൻഡറെ സെലക്ട് ചെയ്തത് കൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വെൻഡറെ സെലക്ട് ചെയ്യാറുണ്ടല്ലോ, കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തില്. പിന്നെ നോളജ് അല്ലെ, അവർക്ക് ആ ഒരു ഫീൽഡിലുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, നോളജിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ ആ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു, ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു മിനിറ്റ്. ഓക്കെയോ? ബാക്കിയെടുത്തോട്ടെ മിസ്. ക്ലിയർ അല്ലേ? സോറി മിസ്, അത് പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് വെൻഡറിൽ 2 ടൈപ്പ് ആണ് വരുന്നത്. ഒന്ന് എക്സ്പീരിയൻസ് ഉള്ള വെൻഡേഴ്സ് ഉണ്ടാവും, ഡിപ്പെൻഡൻസ് അല്ലെ. അപ്പൊ എക്സ്പീരിയൻസിന് വരുന്നത് ഏതാണ്? ലീഡേഴ്സ്. അതായത് ആ ഒരു ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, ഒരുപാട് വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരാണ് ലീഡേഴ്സ്.
രണ്ടാമത് വരുന്നത് റൈസിങ്. റൈസ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ബിഗിനേഴ്സ് അല്ല, അവർ കുറച്ച് നാളായിട്ട് ആ ഫീൽഡിലുണ്ട്, ആ ഒരു ബിസിനസ് ഫീൽഡിലുണ്ട്. പക്ഷെ എന്താണ്, ലീഡേഴ്സിന്റെ അത്രയുമായിട്ടില്ല. ഒരു മിഡ് രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ലീഡേഴ്സും ആയിട്ടില്ല, എന്നാ ബിഗിനേഴ്സും അല്ല എന്നുള്ള രീതിയിൽ അവരാണ് റൈസിങ്, ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പിന്നെ മൂന്നാമത്തെ ടൈപ്സ് വരുന്ന എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് മൂന്നാമത്തെ ടൈപ്പ് വെൻഡേഴ്സ് ആരാണ്? ബിഗിനേഴ്സ് അല്ലെ. ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, ബിഗിനിങ് ഫീൽഡ്, ആ ഒരു ബിഗിനിങ് സെക്ഷനിലുള്ളവർ അല്ലെ, ബിഗിനിങ് ടൈമിലുള്ളവരാണ് ബിഗിനേഴ്സ്. അപ്പൊ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെൻഡേഴ്സിനെ എത്രയായി തരം തിരിക്കുന്നുണ്ട്? ലീഡേഴ്സ്, റൈസിങ്, ബിഗിനേഴ്സ് അല്ലെ. ഡിപ്പെൻഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ വെൻഡേഴ്സിനെ തരം തിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ കുറിച്ച് അല്ലെ. അപ്പൊ അതിനുള്ള അവരുടെ എന്താണ് നോളജ്, അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെന്താണ് രണ്ടായി തരം തിരിക്കുന്നുണ്ട്, ഡിപ്പെൻഡൻസിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ ആയോ? ടൈപ്സ് ഓഫ് വെൻഡേഴ്സ്. Next, the evaluation of the quality program is a joint vendor mentee activity അല്ലെ. അതായത് നമ്മൾ ഒരു പർച്ചേസിംഗ് നടത്തി, അതല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ക്വാളിറ്റി പ്രോഗ്രാം ആണോ എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയുള്ളതാണ്? നമ്മ രണ്ടുപേരും വിലയിരുത്തണ്ടേ? വെന്റിനെ വിലയിരുത്തണം അല്ലെ. വെൻഡറിന്റെ പ്രവർത്തനങ്ങളും വെന്റിയുടെ പ്രവർത്തനങ്ങളും അല്ലെ. എന്താണ്, സപ്ലയറിന്റെ ബയ്യറിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തണ്ടേ? ബയ്യർ ശരിയായ രീതിയിൽ അല്ലെ, ശരിയായ ക്യാഷിന് ആ ഒരു പേയ്മെന്റ് പറഞ്ഞ കറക്റ്റ് സമയത്ത് പേയ്മെന്റ് ഒക്കെ അടച്ച് അവർ ആ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടോ? സപ്ലയേഴ്സ് എന്താണ്, ആ ഒരു പറഞ്ഞ കറക്റ്റ് ലീഡ് ടൈമിനുള്ളില് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ അല്ലെ വെൻഡേഴ്സിന് സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെ. രണ്ടുപേർക്കും എന്താണ്, ലാഭം ഉണ്ടായിട്ടുണ്ടോ അല്ലെ. ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് രണ്ടുപേർക്കും ലാഭം ഉണ്ടായിട്ടുണ്ടോ അല്ലെ. അപ്പൊ എന്താ, ഈ ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൻഡറിന്റെയും വെന്റിയുടെയും ആക്ടിവിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഇറ്റ് ഈസ് എഫിഷ്യന്റ്ലി അച്ചീവ്ഡ്, ഇറ്റ് പ്രൊവൈഡ്സ് മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഫോർ ഓൾ പാർട്ടീസ് കൺസേൺഡ് അല്ലെ. എന്താണ്, ഈ ഒരു പ്രവർത്തനം എഫിഷ്യന്റ് ആയിട്ട് അല്ലെ, ഈ ഒരു പർച്ചേസിംഗ് പ്രവർത്തനം എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലെ, ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് നഷ്ടമാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പറയാം വെൻഡർക്ക് നഷ്ടമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റോ ആ ഒരു പ്രോഗ്രാം എഫിഷ്യന്റ്ലി അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താണ്, രണ്ടുപേർക്കും ഈ ഒരു പർച്ചേസിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രവർത്തനം കൊണ്ട് രണ്ടുപേർക്കും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, the vendor reviews his quality program to ensure that the program is accomplishing its intended function effectively and economically. ഈ ഒരു പ്രവർത്തനം അതിന്റെ എന്താണ്, നമ്മൊരു പ്രവർത്തനം അതല്ലെങ്കിൽ നമ്മൊരു പർച്ചേസിംഗ് നടത്തുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ആ ഒരു ഉദ്ദേശിച്ച പ്രവർത്തനം എന്താണ്, എഫിഷ്യന്റ് ആയിട്ടും എക്കണോമിക്കലി അല്ലെ സാമ്പത്തികമായിട്ടും നിറവേറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വിലയിരുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെൻഡർ ക്വാളിറ്റി പ്രോഗ്രാം അവലോകനം ചെയ്യുന്നു അല്ലെ. അവർ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം ആര് അവലോകനം ചെയ്യുന്നുണ്ട്? വെൻഡേഴ്സ് അവലോകനം ചെയ്യുന്നുണ്ട്. ഒരു പർച്ചേസിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ആ സപ്ലയേഴ്സ് ആ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തില്ലേ, അസസ്മെന്റ് നടത്തില്ലേ? അതെന്താണ്, എക്കണോമിക്കലി അല്ലെ സാമ്പത്തികമായിട്ട് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ അല്ലെ, നഷ്ടമുണ്ടായിട്ടുണ്ടോ അല്ലെ.
അവർക്കത് കാര്യക്ഷമമായിട്ട് അല്ലെ, എഫക്റ്റീവ്ലി കാര്യക്ഷമമായിട്ട് അവർക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ വെണ്ടർ ഒരു റിവ്യൂസ് അവലോകനം നടത്തുന്നു. ക്ലിയർ ആണത്? നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ അല്ല കേട്ടോ, വെഞ്ചി എന്നാണ് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസിലെ ആ വെണ്ടർ അപ്രൈസസ് ഇല്ലേ, അവിടെ വെഞ്ചർ വെട്ടിട്ട് വെന്റീനാക്കാം. അതായത് ബയ്യർ, വെന്റി എന്ന് പറയുന്നത് ബയ്യർ, വാങ്ങുന്ന ആള്. The vendor appraises his vendor's quality program to check whether his vendor is capable of producing the desired quality product അല്ലെ. വെന്റി എന്ത് ചെയ്യുന്നുണ്ട്, വെണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടായിട്ടുണ്ടോ അല്ലെ, അവർക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ സ്വന്തം തന്നെ വിലയിരുത്താണ് അല്ലെ, അവലോകനം ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ വെന്റി എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള അല്ലെ, അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്ന ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ അവര് സെലക്ട് ചെയ്യുന്ന വെണ്ടർ എന്താണ്, പ്രാപ്തനാണോ അല്ലെ, കേപ്പബിൾ ആണോ എന്ന് ആര് വിലയിരുത്തുന്നുണ്ട്, വെന്റി വിലയിരുത്തുന്നുണ്ട് അല്ലെ. അവര് വെന്റി എന്താണ് ചെയ്യുന്നത്, ആ ഒരു വെന്റി ആ ഒരു ബയ്യർ തെരഞ്ഞെടുത്ത ആ ഒരു വെണ്ടർക്ക്, അതായത് ആ സപ്ലയേഴ്സിന് അവര് പറയുന്ന സാധനം ശരിയായ രീതിയിൽ അല്ലെ, കറക്റ്റ് ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാൻ അവൻ പ്രാപ്തനാണോ എന്ന് വെന്റിയും വിലയിരുത്തുന്നു. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പറയുന്നത് ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വെന്റി എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണലി ഹി മേ എസ്റ്റാബ്ലിഷ് എ റാങ്കിങ് സിസ്റ്റം ബൈ പ്രൊവൈഡിങ് എ ന്യൂമറിക്കൽ വാല്യൂ അല്ലെ. ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വെന്റി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെൻഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ട് 1, 2 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു റാങ്കിങ് സിസ്റ്റം സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് റാങ്കില് ഇന്ന വെൻഡർ, സെക്കൻഡ് റാങ്കില് ഇന്ന വെൻഡർ, തേർഡ് റാങ്കിൽ ഇന്ന വെൻഡർ അല്ലെ. അപ്പൊ അവർ ആരെയായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ആ ഫസ്റ്റ് റാങ്കിൽ കിടക്കുന്ന വെൻഡർ ആയിരിക്കും അല്ലെ. അവർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ആ ഒരു വിലയിരുത്തലിന്റെ ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, വെൻഡേഴ്സിന് റാങ്കിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാലോ ഏത് വെൻഡർ ആണ് ബെസ്റ്റ് അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വെൻഡേഴ്സിന് റാങ്കിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദിസ് വാല്യൂ വിച്ച് വിൽ ബി അസൈൻഡ് ടു ഈച്ച് വെൻഡർ ഷുഡ് ബി റെക്കഗ്നിഷൻ. എന്താണ് ഈ ഒരു വാല്യൂ, ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഈ റാങ്കിങ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വെൻഡേഴ്സിനും കൊടുക്കുന്നുണ്ട് അല്ലെ. ഷുഡ് ഹാവ് റെക്കഗ്നിഷൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് വെന്റി ആൻഡ് വെൻഡർ റെമഡിയൽ ആക്ഷൻസ് അല്ലെ. എന്താണ് ഇത്, ഇനി ഒരു റെക്കഗ്നിഷൻ, ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു റാങ്കിങ്ങിന് അംഗീകാരം ഉണ്ടായിരുന്നു. പിന്നീടും അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരുമ്പോഴും അവർ ആ വെൻഡറെ തന്നെ സെലക്ട് ചെയ്യില്ലേ അല്ലെ. ഒരു എക്യുപ്മെന്റ് ആവശ്യമായിട്ട് വരാണ് അല്ലെ. അപ്പൊ ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഈ റാങ്കിങ് സിസ്റ്റം എന്താണ്, അംഗീകാരം ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്, ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് ദി വെൻഡർ ആൻഡ് വെന്റി റെമഡിയൽ ആക്ഷൻ അല്ലെ. വെന്റിയുടെ റെമഡിയൽ ആക്ഷൻ ഇതെന്താണ്, ഇത് ഉപയോഗിക്കാനായിരിക്കും അവർക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്തൊരു സമയത്ത് ഏതൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അവരാദ്യം ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ അനുസരിച്ചല്ലേ വെൻഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് വെൻഡർ കമ്പാരിസൺ വിത്തിൻ ദ വെൻഡീസ് ഓർഗനൈസേഷൻ. ആ ഒരു വെൻഡീസ് അതായത് ആ ബയ്യറിന്റെ ഓർഗനൈസേഷനില് വെൻഡേഴ്സിനെ കമ്പാരിസൺ ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലെ. താരതമ്യം ചെയ്യാനും സാധിക്കുന്നില്ലേ. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ റാങ്കിങ് സിസ്റ്റം കൊടുത്ത് ഫസ്റ്റ് റാങ്കിൽ ഉൾക്കൊള്ളുന്നവരായിരിക്കും ബെസ്റ്റ് അല്ലെ. രണ്ടാമത്തെ റാങ്കിൽ ഉൾക്കൊള്ളുന്നവരായിരിക്കും രണ്ടാമത് വരുന്നത് അല്ലെ. അപ്പൊ ഈ റാങ്കിങ് സിസ്റ്റം വഴി അവർക്ക് എന്താണ്, ഈ സപ്ലയേഴ്സിനെ തമ്മിൽ ഒരു കമ്പാരിസൺ താരതമ്യം ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്
The vendor may establish എന്നുള്ളത് വെൻഡർ അല്ല വെൻഡി എന്നാണ് കേട്ടോ. ക്ലിയർ ചെയ്യാതെ കറക്റ്റ് ചെയ്യാം. The vendee may establish a comprehensive audit program to cover all phases of planned design, procurement, construction and operation, either within his organization structure or by contractual requirements. എന്താണ് ഈ വെൻഡി ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. The vendee may establish a comprehensive audit program. എന്താണ് ഈ ഒരു വെൻഡി അതായത് വാങ്ങിക്കുന്ന ആള് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ അവർ കവർ ചെയ്യുന്നത്? പ്ലാൻ ഫസ്റ്റ് ഫേസസ് ഓഫ് പ്ലാൻഡ് ഡിസൈൻ, പ്ലാൻഡ് അല്ലാട്ട പ്ലാൻ ഡിസൈൻ. cover all phases of plan design. ആ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് മുഴുവൻ പ്ലാനുകൾ അല്ലെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പർച്ചേസിങ് എങ്ങനെയായിരിക്കണം അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ അവർക്ക് പർച്ചേസ് ചെയ്യണം, ഏത് വെൻഡർ തെരഞ്ഞെടുക്കണം അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ഓൾ ഫേസസ് ഓഫ് പ്ലാൻ ഡിസൈൻ. ഓരോ എല്ലാ ഫേസസിലെയും പ്ലാനുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രൊക്വയർമെന്റ്, വാങ്ങിച്ച സാധനങ്ങള് എങ്ങനെ സംഭരിക്കണം അല്ലെ. പ്രൊക്വയർമെന്റ് പ്രോസസ് എങ്ങനെയായിരിക്കണം അല്ലേ. നമ്മൾ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രം കാര്യമുണ്ടോ? പോരാ, അത് പ്രൊക്വയർമെന്റ് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം അല്ലെ. ആ ഒരു പ്രൊക്വയർമെന്റ് പ്രോസസ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് അല്ലെ, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് അവര് ഓഡിറ്റ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ഐദർ വിത്തിൻ ഹിസ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജി അല്ലെ, സോറി സ്ട്രക്ചർ, അതായത് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറില് അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രൊക്വയർമെന്റ് സംഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തന്നെ ഓഡിറ്റ് നടത്തുന്നുണ്ട് ഈ ഒരു വെൻഡി, അതായത് നമ്മ വാങ്ങുന്ന ആളുകൾ. ഇപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ, ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കാറില്ലേ, നമുക്ക് അത് എത്രത്തോളം ആവശ്യമുണ്ട് അല്ലെ, റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മ ആ സാധനം ഇത്ര ക്വാണ്ടിറ്റിയിൽ മേടിച്ചു കഴിഞ്ഞാൽ നമ്മ അതെങ്ങനെ സൂക്ഷിക്കും അല്ലെ, നമ്മ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ, ഇൻസ്റ്റാൾ ചെയ്യും ആണോ നമ്മുടെ കമ്പനിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഈ ഒരു വെൻഡി, വാങ്ങുന്ന ആള്. കൂടാതെ എന്താണ്? ഓർ ബൈ contractual requirements that is specified in the purchaser order to audit the vendor's facilities അല്ലെ. കൂടാതെ എന്താണ്? അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള റിക്വയർമെന്റ്സ് ആവശ്യമുണ്ടല്ലോ. നമുക്കൊരു കരാറ് നടത്തുമ്പോൾ, ഒരു കരാറ് സൈൻ ചെയ്യുമ്പോൾ, അപ്പൊ അങ്ങനെയുള്ള കരാർ റിക്വയർമെന്റ്സുകളെ കുറിച്ചും അവർ ആ ഒരു ഓഡിറ്റ് പ്ലാനില് വിലയിരുത്തൽ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. That is specified in the purchaser order to audit the vendee facilities അല്ലെ. വെൻഡറിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും ആ ഒരു കാര്യങ്ങള് നമ്മുടെ വെൻഡറിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും നമ്മുടെ വെൻഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്ന ആളെ കുറിച്ച് നമ്മ ഒന്ന് ഇവാലുവേഷൻ നടത്താറില്ലേ? നമ്മ വാങ്ങിക്കുന്ന സപ്ലയേഴ്സിന് അല്ലെ എത്ര ക്വാണ്ടിറ്റിയിൽ തരാൻ സാധിക്കും അല്ലെ, അവർ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് എത്ര പ്രൈസിന് തരും അല്ലെ, എത്ര വിലക്കായിരിക്കും തരുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താറില്ലേ? എത്ര ലീഡ് ടൈമിനുള്ളിൽ തരും അല്ലെ, എത്ര ടൈം പീരീഡിനുള്ളിൽ തരും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മ എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? അവരുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ലേ? ലീഡ് ടൈം, പ്രൈസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഉൾപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മൾ പറയുന്ന ആ ഒരു പർച്ചേസിങ്ങിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു പർച്ചേസിങ്ങിന് മുമ്പ് തന്നെ ആ ഒരു വാങ്ങുന്ന ആള് ബയ്യറ് വിലയിരുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെ മാത്രമല്ല എന്താണ് വെൻഡേഴ്സിന്റെ
ഫെസിലിറ്റീസിനെ കുറിച്ചും അവർ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? നീട്ടി പരത്തി പറഞ്ഞിരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കോ? നെക്സ്റ്റ്, the main aim of the quality audits is to guarantee compliance with the quality assurance program requirements. The quality, ആ ഒരു quality audits ന്റെ മെയിൻ ആയിട്ടുള്ള എയിം, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അല്ലെ. ഒരു പ്രോഗ്രാമിന്റെ ക്വാളിറ്റി അഷുറൻസ്, അതായത് ഗുണനിലവാരം ഉറപ്പുവാക്കുക എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മൊരു പർച്ചേസിങ് നടത്തുന്നത്, ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം നിറവേറ്റുന്നുണ്ടോ, ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ക്വാളിറ്റി നോക്കും അല്ലെ, ക്വാളിറ്റി നോക്കും. ലീഡ് ടൈം നോക്കും അല്ലെ, ലീഡ് ടൈം നോക്കോ? പിന്നെന്താണ്? പ്രൈസ് നോക്കോ? പ്രൈസ് നോക്കോ? സോഴ്സ് നോക്കൂ അല്ലെ. പിന്നെ നമുക്ക് പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റിയില് ആ ഒരു സപ്ലയേഴ്സിന് അല്ലെ, വെൻഡേഴ്സിന് നമുക്ക് തരാൻ സാധിക്കും അല്ലെ ക്വാണ്ടിറ്റീസ്. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും വിലയിരുത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ആവശ്യകതകൾ നിറവേറ്റുക എന്നുള്ളതാണ് അല്ലെ, പാലിക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ്സിന്റെ പൊതുവായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ക്ലിയർ ആയോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ബേസിക്കലി വെൻഡർ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ ഫോർ എ കമ്പനി ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ്സ് ക്യാഷ് ഫ്ലോസ്, provide excellent services, improves reliability of supply, helps reduce reliance on capital assets, and provides advanced technology trends. എന്താണ് നമ്മുടെ വെൻഡർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് വെൻഡറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളത് എന്താണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ളതാണ് അല്ലെ. ആണോ? നമ്മ വാങ്ങുന്ന ഒരു സപ്ലയേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പ്രോഗ്രാമുകൾ അല്ലെ വിലയിരുത്തുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ക്യാഷ് ഫ്ലോസ് അല്ലെ, പണമൊഴുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? മണി ട്രാൻസാക്ഷൻ അല്ലേ, നമ്മുടെ കയ്യിലുള്ള ആ പൈസയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ, മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. പ്രൊവൈഡ് എക്സലന്റ് സർവീസുകൾ, നല്ല സർവീസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ അനുസരിച്ചായിരിക്കും അല്ലെ നമ്മുടെ സർവീസുകളും, നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സർവീസുകളും എല്ലാം. ആണോ? അപ്പൊ എന്താണ് പ്രൊവൈഡ് എക്സലന്റ്? അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന വെൻഡേഴ്സ് എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തരുന്നതായിരിക്കണം അല്ലെ, പറഞ്ഞ സമയത്ത് തരണം അല്ലെ, കറക്റ്റ് സമയത്ത്. നമുക്ക് എത്ര സമയത്ത് തരാന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ തരണ്ടേ? അല്ലെങ്കിൽ ചിലപ്പോ എന്തൊരു ഹോസ്പിറ്റലിൽ ഷോർട്ടേജ് വരാം അല്ലെ, ഹോസ്പിറ്റലില് ആ ഒരു പ്രോഡക്റ്റിന്റെ ഷോർട്ടേജ് വരാലോ. അപ്പൊ അവർക്ക് എക്സലന്റ് സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കുക, ആ ഒരു ഓർഗനൈസേഷന് എക്സലന്റ് സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് പ്രൊവൈഡ് എക്സലന്റ് സർവീസ്, എക്സലന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് സപ്ലൈ അല്ലെ, നമ്മുടെ ആ വിതരണത്തിന്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ നല്ല ഒരു മാർക്കറ്റില് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന സപ്ലയേഴ്സിനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് വിശ്വസ്തതയല്ലേ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്താ ഇംപ്രൂവ്സ് റിലയബിലിറ്റി ഓഫ് സപ്ലൈ അല്ലെ, നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ഒരു വിതരണത്തിന്റെ വിശ്വസ്തത നിലനിർത്താൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഹെൽപ്സ് റെഡ്യൂസ് റിലയൻസ് ഓഫ് ഓൺ ക്യാപിറ്റൽ അസറ്റ് അല്ലെ, നമ്മുടെ
എന്താണ് മൂലധന ആസ്തി, ക്യാപിറ്റൽ അസറ്റ് അല്ലെ, മൂലധന ആസ്തികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താണ് നമ്മുടെ പർച്ചേസിങ്ങിന്റെ ആ ഒരു ഫണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാലോ. മൂലധന നിക്ഷേപം ഉപയോഗിക്കാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്യാതെ അല്ലേ നമ്മ മുൻകൂട്ടി വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ, ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെ, ക്യാഷുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മെ ഓഡിറ്റ് നടത്തുന്നതൊക്കെ അല്ലേ. അപ്പൊ എന്താണ് ഹെൽപ്സ് റെഡ്യൂസ് റിലയൻസ് ഓൺ ക്യാപിറ്റൽ അസറ്റ് അല്ലെ, നമ്മുടെ മൂലധന ആസ്തിയെ ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി ട്രെൻഡ്സ് അല്ലെ, നൂതന സാങ്കേതിക ട്രെൻഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ലേ, പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ലേ. അപ്പൊ നമുക്കറിയാം ഓരോ സമയത്ത് അല്ലെ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ആണോ. ട്രാൻസാക്ഷൻ നമ്മുടെ എന്താണ് ബിസിനസ്സുമായിട്ടുള്ള ഫണ്ട് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അല്ലെ, ഫണ്ട് ട്രാൻസാക്ഷൻസ് നമ്മുടെ സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളായിക്കോട്ടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി ട്രെൻഡ്സുകൾ, നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളെ ട്രെൻഡ്സുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വെണ്ടർ മാനേജ്മെന്റ്. വെണ്ടർ മാനേജ്മെന്റില് ഫസ്റ്റ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. വെണ്ടർ പ്രൊഫൈൽ ആൻഡ് റിസ്ക് അസസ്മെന്റ്. എന്താണ് വെണ്ടറിന്റെ പ്രൊഫൈല് അല്ലെങ്കിൽ അവര് റിസ്ക് അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്തുക. വെണ്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താ? ഒരു വെണ്ടറെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സിനെ കുറിച്ച് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്ക് അല്ലെ ബയ്യർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെ ആണോ. നമുക്കൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ആവുമ്പോൾ അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണമല്ലോ ആ ഒരു പ്രോഡക്റ്റ്. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അത് വാങ്ങുന്നതിന് മുമ്പ് അവര് തിരഞ്ഞെടുക്കുന്ന വെൻഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യില്ലേ. അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അവർ ആ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു എന്താണ് സപ്ലയേഴ്സിന് ആ സാധനം കൊടുക്കാൻ സാധിക്കും അല്ലെ. അവർക്ക് അത്രത്തോളം കേപ്പബിലിറ്റീസ് ഉണ്ടോ അല്ലെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ അല്ലെ, അവർ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ അല്ലെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ കളക്ട് ചെയ്യില്ലേ ഇൻഫോർമേഷൻസ്. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് ആണ് vendor profile. Okay ayo, vendor profile is a document used by business to collect, organize essential information about their vendors and supply. ഒരു വെൻഡേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ കുറിച്ചോ അവർക്ക് ആവശ്യമായ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബയ്യർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക അല്ലെ. ഡോക്യുമെന്റിനെയാണ് വെണ്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആൻഡ് റിസ്ക് മാനേജ്മെന്റ് അല്ലെ, എന്താണ് റിസ്ക് വിലയിരുത്തണം അല്ലെ. ഒരു പർച്ചേസിങ് നടന്നു കഴിഞ്ഞാല് അവർക്ക് ഉണ്ടാകുന്ന റിസ്കുകള് അപകടങ്ങള് വിലയിരുത്തണ്ടേ. അവർക്ക് ആ ഒരു സാധനം ആ ഒരു വെണ്ടർക്ക് പറഞ്ഞ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു റിസ്ക് ആണോ? റിസ്ക് ആണോ അത്? അവര് പറഞ്ഞ സാധനം പറഞ്ഞ ക്വാളിറ്റിയിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു റിസ്ക് അല്ലേ? അതൊരു റിസ്ക് അല്ലേ പറഞ്ഞ ക്വാളിറ്റിയിൽ അല്ലേ. അങ്ങനെ പല അപകട സാധ്യതകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ വെണ്ടർ ഇവാലുവേഷനിൽ വെണ്ടറിനെ വിലയിരുത്തുമ്പോൾ അവർ അസസ് ചെയ്യുന്നു. ഓക്കെയാണോ? വെണ്ടർ പ്രൊഫൈൽസ് ആൻഡ് റിസ്ക് അസസ്മെന്റ്. വെണ്ടറിന്റെ പ്രൊഫൈലും അതുമായി ബന്ധപ്പെട്ട റിസ്കുകളും അവർ അസസ് ചെയ്യുന്നു. നെക്സ്റ്റ് വെണ്ടർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വെൻഡീസ് ഓഡിറ്റിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അല്ലെ. വെണ്ടറിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും അല്ലെ വെൻഡീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ ഓഡിറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ
അവരെന്താണ് വെൻഡേഴ്സ് ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ്, വെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസിൽ വ്യക്തത വരുത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് നോൺ കൺഫോമൻസ് ആൻഡ് നോൺ കൺഫോമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് എന്താണ് പ്രിവെന്റീവ് അല്ലെ. ഇപ്പൊ നോൺ കൺഫോമൻസ് എന്ന് പറഞ്ഞാല് അവർ ഫെയിലിയർ ആയിട്ടുള്ള, ചിലപ്പോ നമ്മ ഒരു പർച്ചേസിങ് കൊടുത്താലും അവർ ഫെയിലിയർ ആയിട്ടില്ല, ആ ഒരു സപ്ലയേഴ്സ് ഫെയിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചിലപ്പോ സ്റ്റാൻഡേർഡില് അല്ലെ. പിന്നെന്താണ് സ്റ്റാൻഡേർഡില്, ക്വാളിറ്റിയില് അല്ലെ, ക്വാളിറ്റിയില്ല. പിന്നെന്താണ് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. ബയ്യർക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല, നോൺ കൺഫോമൻസ് ആണ് അല്ലെ, പാലിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തിനു ചെയ്യണം? അതിനുവേണ്ട കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലെ. അത് തിരുത്താനും അതിനെ പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങൾ ആര് സ്വീകരിക്കണം? സ്വീകരിക്കണ്ടേ? വെൻഡീസ് സ്വീകരിക്കണ്ടേ? അപ്പൊ എന്താണ് നോൺ കൺഫോമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ്. നെക്സ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് സൈറ്റ് വിസിറ്റ് ഒക്കെ പറഞ്ഞു അല്ലെ. സൈറ്റ് വിസിറ്റ് പറഞ്ഞല്ലോ, വെൻഡേഴ്സിന്റെ സ്ഥലത്ത് ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വെൻഡീസ് ഇവാലുവേഷൻ നടത്തും അല്ലെ. അപ്പൊ എന്താണ് ഡെമോ കാണിച്ചു കൊടുക്കുക അല്ലെ, ഡെമോ. അപ്പൊ ഇതിൽ പറയുന്നത് അതേപോലെ എന്താണ് പ്രൊഡക്റ്റ് സാമ്പിൾ, ആ ഒരു പ്രൊഡക്റ്റിന്റെ സാമ്പിൾ അല്ലെ, ഉൽപ്പന്ന സാമ്പിളും അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകളും പരിശോധന റിസൾട്ടുകളും. നെക്സ്റ്റ് പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലെ. അവരെന്ത് ചെയ്യണം? ഈ ഒരു പർച്ചേസിങ് കൊടുത്ത് ആ ഒരു പെർഫോമൻസ് ആ ഒരു പർച്ചേസിങ് ഫലപ്രാപ്തിയിൽ എത്തിച്ചു അല്ലെ, അവർക്ക് സാധനങ്ങൾ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യണം? പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലെ. ആ ഒരു വെഞ്ചറിന്റെ പെർഫോമൻസ് പ്രകടനം എങ്ങനെയായിരുന്നു അല്ലെ, ആ ഒരു പെർഫോമൻസ് നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട അത് എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് വെൻഡർ ഇവാലുവേഷൻ. നെക്സ്റ്റ് പറയുന്നത് വെൻഡർ ഇവാലുവേഷൻ അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് there are basically 3 different types of vendor evaluation. എന്താണ്? 3 തരത്തിലുള്ള വെൻഡർ ഇവാലുവേഷൻ, വെൻഡർ വിലയിരുത്തലാണ് ഉള്ളത്. These are ഏതൊക്കെയാണെന്നൊക്കെ? ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ് അല്ലെ, റെക്കോർഡുകളുടെ ഉപയോഗം, അനൗപചാരിക ഇൻഫോർമൽ ആയിട്ടുള്ള ഉപയോഗം. നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ. എന്താണ്? ആ ഒരു വസ്തുത, ആ ഒരു പെർഫോമൻസ് അതിന് ശേഷമുള്ള വിലയിരുത്തൽ, ഇവാലുവേഷൻ. ബിഫോർ ദ ഫാക്ട് ഡിസൈൻ അല്ലെ. എന്താണ്? ആ ഒരു ഫാക്ട്, ആ ഒരു പ്രകടനത്തിന്, ആ ഒരു പെർഫോമൻസിന് മുമ്പുള്ള എന്താ ഇവാലുവേഷൻ, ഡിസൈനിങ് അല്ലെ. ആ ഒരു ഫാക്ട് രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പുള്ള ഇവാലുവേഷൻ. നോക്കാം എന്തൊക്കെയാണ് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൻഡർ ഇവാലുവേഷൻ, ഈ ടൈപ്പ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം മെനി സോഴ്സസ് അല്ലെ. നമ്മ ആ ഒരു വെൻഡറിനെ കുറിച്ചുള്ള ഡാറ്റാസ്, വിവരങ്ങള് പല സോഴ്സുകളിൽ നിന്ന് അല്ലെ, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. എന്നിട്ട് ആ ഒരു കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെൻഡേഴ്സിനെ കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? സച്ച് ആസ് ജേർണൽസ് അല്ലെ. ജേർണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബുക്സ്. എന്തിനെ കുറിച്ചുള്ള ബുക്സ് ആണ്? എന്താണ്? ആ ഒരു
ബിസിനസ് അല്ലെ, ആ ഒരു വെഞ്ചറുമായിട്ട് അവര് നടത്തിയ ഇടപാടുകളെ കുറിച്ചുള്ള സാമ്പത്തിക രേഖകളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് ജേണൽസ്. ഇൻവോയ്സ്, പേയ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യല്ലോ. ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യും അല്ലെ, പേയ്മെന്റ്സ് അവർക്ക് കൊടുത്ത പേയ്മെന്റ്സുകള്, അപ്പൊ അതൊക്കെ എന്താണ് ഡേറ്റ് സഹിതം നമ്മൾ എന്തിനാ ജേണൽസില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തും. നെക്സ്റ്റ് പറയുന്നത് ഡയറീസ്. ഡയറീസ് എന്താണ്? ഡയറീസിൽ നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്? ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പേഴ്സണൽ ആയിട്ടുള്ള. ഇൻഫോർമൽ ആയിട്ടല്ലേ നമ്മൾ എഴുതുന്നത്? ഫോർമൽ ആയിട്ടാണോ? ഇൻഫോർമൽ ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു വെൻഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെൻഡറിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇൻഫോർമൽ ആയിട്ട് എഴുതുന്ന റെക്കോർഡാണ് ഡയറീസ്. ക്ലിയർ ആയോ? വെൻഡേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇൻഫോർമൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഡയറീസ്. ജേർണൽസ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു വെൻഡേഴ്സുമായിട്ട് നമുക്കറിയാം, നമ്മ ഓരോ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും നമ്മ പല വെൻഡേഴ്സുകളിൽ നിന്ന് ബിസിനസ് നടത്തിയിട്ടുണ്ടാവുമല്ലോ, ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. തുടർച്ചയായി നമ്മ ഒരു വെഞ്ചറയാണോ വെഞ്ചറുമായിട്ടായിരിക്കും ഇടപാട് നടത്തുന്നത്? അല്ല അല്ലെ. അപ്പൊ പല ഇടപാട് എന്താണ്, പല വെഞ്ചറുകളുമായി നടത്തിയ ഇടപാടുകള് എന്താണ്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ് ജേണൽസ്. ഡയറീസ് എന്ന് പറയുന്നത് എന്താണ്, വെൻഡേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇൻഫോർമൽ ആയിട്ട് അനൗപചാരികമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് ഡയറീസ്. ലോഗ് ബുക്ക് എന്ന് പറയുന്നത് എന്താ, വെൻഡേഴ്സിന്റെ മൂല്യനിർണയത്തിന് വേണ്ടി വെൻഡീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെൻഡേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് എഴുതുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻസ് എഴുതുന്നുണ്ട്, അവരുമായി നമ്മൾ നടത്തിയ പർച്ചേസിങ്ങിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവരെയും എന്താണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തുന്നതാണ് ലോഗ് ബുക്ക്. ക്ലിയർ ആയോ? വെഞ്ചർ മൂല്യനിർണയത്തിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു വെഞ്ചറിനെ ഇവാലുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെഞ്ചറിന്റെ പെർഫോമൻസ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുമായി നടത്തിയ പർച്ചേസിംഗിൽ എന്തെങ്കിലും ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തുന്നതാണ് ലോഗ് ബുക്ക്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ലോഗ് ബുക്കിനെ നമ്മൾ എന്തും കൂടി പറയുന്നുണ്ട്, വെൻഡർ ഇവാലുവേഷൻ റെക്കോർഡ് എന്നും പറയുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ് അല്ലെ. ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അല്ലെ, വരവ് ചെലവ് കണക്കുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകള് അതൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, വെഞ്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. And knowing what happened the past allows one to evaluate an event in order to make better decision for future. അല്ലെ, പാസ്റ്റില് ആ വെൻഡേഴ്സുമായിട്ട് നടത്തിയ എന്താണ് പർച്ചേസിംഗില് അല്ലെങ്കിൽ അവരുമായി നടത്തിയ ഇടപാടുകളില് ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് അല്ലെ, വാട്ട് ഹാപ്പൻ, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നല്ല രീതിയിൽ എടുക്കുന്നു. ക്ലിയർ ആയോ? ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ വെൻഡറുമായി ബന്ധപ്പെട്ട വെൻഡേഴ്സുമായിട്ട് അല്ലെ, പല വെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകള് ഇവരെ വിലയിരുത്തിയതിന് ശേഷം എന്താണ്, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താ? ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ, ആ ഒരു ഫാക്ട്, ആ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമുള്ള, വസ്തുതക്ക് ശേഷമുള്ള വിലയിരുത്തല്. ഇപ്പൊ നോക്കിയേ, when an event has occurred, ആ ഒരു ഇവന്റ്, ആ ഒരു പർച്ചേസിങ് അല്ലെങ്കിൽ ആ ഒരു വാങ്ങല്, വിൽക്കൽ എന്നുള്ള ആ ഒരു ഇവന്റ് കഴിഞ്ഞു, occurred ആയി അല്ലെ, കഴിഞ്ഞു. A manager may ask questions. എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സമയത്ത് പർച്ചേസിംഗ് മാനേജർ, ആ ഒരു മാനേജർ എന്ത് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ. വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു അല്ലെ. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെ സംഭവിച്ചു അല്ലെ. വൈ ഡിഡ് ഇറ്റ് സക്സീഡ്, ഇത് വിജയിച്ചോ അല്ലെ, എന്തുകൊണ്ട് ഇത് വിജയിച്ചു. ഓർ വൈ ഡിഡ് ഇറ്റ് ഫെയിൽ, എന്തുകൊണ്ട് ഇത് ഈ ഒരു പർച്ചേസിംഗ് പരാജയപ്പെട്ടു. ഹൗ വെൽ ഡിഡ് ഇറ്റ് ഡു അല്ലെ, എത്രത്തോളം ഇത് നല്ല രീതിയിൽ ചെയ്തു. റെസ്പോൺസ് ടു സച്ച് ക്വസ്റ്റ്യൻസ് എന്നാണ് കേട്ടോ, സച്ച് എന്നാണ് കേട്ടോ, SUCH എന്നാണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്യാം. Response to such questions, give data for decision and future planning after an event has been completed അല്ലെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ എന്താണ് ഇവന്റ്സ്, അങ്ങനെയുള്ള ആ ഇവന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള പ്രതികരണത്തിലൂടെ അവരെന്ത് ചെയ്യാണ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കുന്നു അല്ലെ. ഫ്യൂച്ചർ പ്ലാനിങ് ആഫ്റ്റർ ആൻ ഇവന്റ് ഹാസ് ബീൻ ഒക്കേർഡ് അല്ലെ, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് സൂക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ആ ഒരു ഇവന്റ് റെസ്പോൺസ് ടു സച്ച് ക്വസ്റ്റ്യൻ, give data for decision and future planning after an event has been occurred. ആ ഒരു ഇവന്റ് പൂർത്തിയാക്കിയതിനു ശേഷം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കുകയും ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അവരുമായി ഈ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് പറഞ്ഞു, ഓർ വൈ ഡിഡ് ഇറ്റ് ഫെയിൽ അല്ലെ, എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു അല്ലെ. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു ഇവന്റ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അവര് ആ ഒരു വെൻഡേഴ്സുമായിട്ട് വീണ്ടും പർച്ചേസിംഗ് നടത്തോ, ഭാവിയിൽ വീണ്ടും അവർ പർച്ചേസിംഗ് നടത്തോ? നടത്തുവോ? ഇല്ല അല്ലെ. ക്ലിയർ ആയില്ല? ഓക്കെ, ക്ലിയർ ആണോ? എന്ത് പറ്റി? ആരൊന്നും പറയട്ടെ. when an event has occurred, ആ ഒരു ഇവന്റ് സംഭവിച്ചു, ആ ഒരു പർച്ചേസിങ് നടന്നു കഴിയുമ്പോൾ അവരൊന്ന് വിലയിരുത്തില്ലേ. നമ്മളാണെങ്കിലും ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് വിലയിരുത്താറുണ്ടോ? പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോ അല്ലെ, കോസ്റ്റ് കൂടിപ്പോയോ അല്ലെ, നമ്മൾ വിചാരിച്ച പ്രോഡക്റ്റ് കിട്ടോ, ക്വാളിറ്റിയില് വല്ല അപാകതകളുണ്ടോ എന്ന് നമ്മൾ സ്വയമായിട്ട് വിലയിരുത്താറില്ല. ഒരു ഡ്രസ്സ് വാങ്ങിച്ചാലും വിലയിരുത്താറുണ്ടോ? അതേപോലെ എന്താണ്, ആ ഒരു ഇവന്റ് സംഭവിച്ചതിന് ശേഷം മാനേജർ ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട, ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്താണ്? ലൈക്ക് വാട്ട് ഹാപ്പൻ അല്ലെ, എന്താണ് സംഭവിച്ചത്. ഹൗ ഡിഡ് ഹാപ്പൻ, എങ്ങനെ സംഭവിച്ചു അല്ലെ. പിന്നെ എന്താണ്, വൈ ഡിഡ് ഇറ്റ് സക്സീഡ് അല്ലെ, അത് വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ, എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു അല്ലെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ആ ഇവന്റ് നടന്നതിന് ശേഷം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ അവരെന്താണ് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നെ എന്താണ് ഭാവിയിലേക്ക് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയിരുന്നോ? ബാക്കി എന്താന്നും പറയാത്തെ? ഓക്കെ, കാരുണ്യ ഓക്കെ ആയില്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷൻ അല്ലെ, ആ ഒരു ഫാക്ടിന് മുമ്പ്, ആ ഒരു സംഭവത്തിന് മുമ്പ് അവരെന്ത് ചെയ്യാ, ഡിസൈൻ ചെയ്യാണ് അല്ലെ, രൂപകൽപ്പന ചെയ്യുന്നു.
എന്താണ്? In this type of evaluation, the evaluator plans and starts gathering data early in the history of the project. ആ ഒരു പ്രോജക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഈ ഒരു ടൈപ്പ് ഇവാലുവേഷനിൽ അവർ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മ പറഞ്ഞു, നമ്മൊരു പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പ് നമ്മ ആലോചിക്കാറുണ്ടല്ലോ, സോറി, ഇവിടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ ഒരു ഇവന്റ് സംഭവിക്കുന്നതിന് മുമ്പ് അവർ നോക്കൂ അല്ലെ, ഏത് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യണം അല്ലെ, ഏതൊക്കെ വെൻഡേഴ്സ് ഉണ്ട് അല്ലെ, ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വെൻഡേഴ്സ് ഉണ്ട് അല്ലെ, നമുക്ക് എത്ര പൈസക്ക് ആ സാധനം വാങ്ങാം അല്ലെ, എത്ര കോസ്റ്റിന് ആ ഒരു സാധനം നമുക്ക് വാങ്ങാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആ ഒരു എന്താണ് വെൻഡേഴ്സിന്റെ കേപ്പബിലിറ്റീസ് എന്താണ് അല്ലെ, ആണോ, ആ ഒരു പ്രോഡക്റ്റ് തരാനായിട്ട് അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടോ അല്ലെ, കഴിവുകൾ ഉണ്ടോ അല്ലെ. അപ്പൊ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിലയിരുത്തുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ, ഈ ഇവാലുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇവന്റ് ഒക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അതിനുവേണ്ട പ്ലാൻസുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇവാലുവേഷൻ വെൻഡർ കേപ്പബിലിറ്റീസ് ആർ എൻ എക്സാമ്പിൾ. അതിൽ പറയുന്നത് എന്താ, വെൻഡർ കേപ്പബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ, വെൻഡറിന്റെ കഴിവുകൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മളാണെങ്കിലും അല്ലെ, നമുക്കൊരു ബൾക്ക് എമൗണ്ടിൽ ഒരു സാധനം വേണമെങ്കിൽ നമ്മ ആദ്യം അത് ചെക്ക് ചെയ്യില്ലേ, ആ ഒരു അത്രയും എമൗണ്ടില് അത്രയും ഒരു ക്വാണ്ടിറ്റിയില് ആ ഒരു വെൻഡറിന് നമുക്ക് സാധനം തരാൻ സാധിക്കും അല്ലെ, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരാൻ സാധിക്കും അല്ലെ. അപ്പൊ വെൻഡറിന്റെ കേപ്പബിലിറ്റീസ്, വെൻഡറിന്റെ കഴിവുകള് വിലയിരുത്തുന്നതും ഈ ഒരു ബിഫോർ ദ ഫാക്ട് ഡിസൈനിന്റെ എക്സാമ്പിൾ ആണ്. അക്കോർഡിംഗ് ടു ഫ്രാങ്ക് കാപ്ലൻ, the vendor service and capabilities determination is an important task to the purchaser order organization to determine in advance the capabilities of the vendor to produce quality products on schedule. എന്താണ് ഈ ഒരു according to ഫ്രാങ്ക് കപ്ലൻ എന്ന ആള് എന്താണ് നമ്മുടെ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. The vendor service and capability determination is an important task to the പർച്ചേസർ ഓർഗനൈസേഷൻ ടു ഡിറ്റർമിൻ അല്ലെ. ഒരു പർച്ചേസർ ഓർഗനൈസേഷൻ എന്നത് അതായത് ഒരു വാങ്ങുന്ന ഒരു സ്ഥാപനം. നമുക്ക് ഇവിടെ ആരാണ്, ഹോസ്പിറ്റൽ ആണ് അല്ലെ, ഹോസ്പിറ്റൽ അല്ലേ നമ്മുടെ ഇവിടെ വാങ്ങുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വെൻഡർ സർവീസ് നടത്താം അല്ലെ, വെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവീസ് നടത്താം, അവരെ കേപ്പബിലിറ്റീസ് നിർണ്ണയിക്കുക, ആ ഒരു വെൻഡർക്ക് എത്രത്തോളം കേപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. In advance the capabilities of the vendor to produce quality products on schedule. എന്താണ് ആ ഒരു വെൻഡറിന്റെ ഇതില് പ്രോഡക്ട്സിൽ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തണ്ടേ. അപ്പൊ എന്താ, ആ ഒരു വെൻഡേഴ്സിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേപ്പബിലിറ്റീസിലെ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ ഷെഡ്യൂൾ ചെയ്യാനും നമുക്ക് ഇതുമൂലം കാരണമാകുന്നു അല്ലെ. ഈ ബിഫോർ ദ ഫാക്ട് ഡിസൈനിലൂടെ നമുക്ക് സാധിക്കുന്നു അല്ലെ. നമുക്ക് ആ ഒരു എന്താണ്, നമുക്ക് ആ ഒരു വെൻഡേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്റ്റുകളിൽ നമുക്കറിയാം, വെൻഡേഴ്സ് നമുക്ക് എങ്ങനെ എന്ത് സാധനങ്ങളാണ് തരുന്നത്, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളല്ലേ വെൻഡേഴ്സ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് അവര് ആ ഒരു പ്രോഡക്റ്റില് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഏതൊക്കെ സാധനങ്ങൾ ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഈ ഒരു വെൻഡർ കേപ്പബിലിറ്റീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ, വെൻഡർ ഇവാലുവേഷനിലൂടെ നമുക്ക് സാധിക്കുമല്ലോ. അവർ ഏതൊക്കെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ, ആ ഒരു വെൻഡേഴ്സിനോട് നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു ബിഫോർ ദ ഫാക്ട് ഡിസൈനിലൂടെ സാധിക്കുന്നു. അവരുടെ ഇല്ലാത്ത ഒരു സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഒരു
വെൻഡേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് ഇല്ലാത്ത സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, നമ്മ വെൻഡറിന്റെ കേപ്പബിലിറ്റീസ് വിലയിരുത്തുക, അല്ലെങ്കിൽ വെൻഡേഴ്സ് സർവീസ് നടത്തുന്നതിലൂടെ അവരുടെ ഷെഡ്യൂളുകളില്, അവർക്ക് ഓർഡർ ചെയ്യുന്ന ഷെഡ്യൂളുകളില് എന്തെല്ലാം പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തണമെന്ന് വെൻഡീസിന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? അതിലുള്ളത് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ പറഞ്ഞത്. ആ ഒരു വെൻഡേഴ്സിന് കൊടുക്കുന്ന ഓർഡേഴ്സിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്ന് വെൻഡീസിന് ഈ ഒരു ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആണോ? Next, efficient companies hold their suppliers and vendors, consider them as partners to assist in their business. അല്ലെ, എഫിഷ്യന്റ് കമ്പനീസ്, നല്ല രീതിയിലുള്ള കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സപ്ലയേഴ്സിനെയും അവരുടെ വെൻഡേഴ്സിനെയും അവരുടെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നു. ചില ബിസിനസ് സ്ഥാപനമൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുമ്പോ അല്ലെങ്കിൽ ഇയർലി എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്തും, ഇയർ എൻഡിൽ അവരെന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോ അവരെ വെൻഡേഴ്സിനെയൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുക്കും അല്ലെ, എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൊടുക്കും. ഒന്നിലെ ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ, ടൂർ പാക്കേജുകൾ അല്ലെ. അപ്പൊ എന്താണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനീസ്, നല്ല രീതിയിലുള്ള കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളെയും വെൻഡേഴ്സിനെയും എന്താണ് അവരുടെ ബിസിനസിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നു അല്ലെ. ഇറ്റ് ഈസ് വ്യൂഡ് ആസ് എ മ്യൂച്വലി ബെനിഫിഷ്യൽ പാർട്ട്ണർഷിപ്പ് അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേർക്കും ഒരുപോലെ ഗുണം നൽകുന്ന പാർട്ട്ണർഷിപ്സ് ആണ് അല്ലെ. രണ്ടുപേർക്കും ഒരുപോലെ ഗുണം നൽകുന്നതാണ്. നമ്മ ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കാണ്, സപ്ലൈ ചെയ്യാണ്, നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ, നമുക്കൊരു തൃപ്തിയല്ലേ. അപ്പൊ നമ്മ എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ നോക്കൂ അല്ലെ. ക്വാളിറ്റി ഉള്ള, അവരെ ചതിക്കാൻ നോക്കൂ നമ്മ ഇല്ല അല്ലെ. അപ്പൊ ഇതെന്താ, മ്യൂച്വലി ഇറ്റ് ഈസ് വ്യൂഡ്, ഇവിടെ കാണുന്നത് മ്യൂച്വലി ബെനിഫിഷ്യൽ പാർട്ട്ണർഷിപ്പ് ആണ് അല്ലെ. രണ്ടുപേർക്കും ഒരുപോലെ ഗുണം നൽകുന്ന പാർട്ട്ണർഷിപ്സ് ആണ്. If a suppliers or vendors is a major part or service to operation, invite that suppliers or vendors to strategic meeting that involve the product they work with. If a supplier or vendors is a major part or service of to operation, like ഒരു സ്ഥാപനത്തിന്റെ മേജർ ആയിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ സർവീസുകളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഈ വെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരെ കൂടി ആ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, ഡയറക്ടറി സർവീസിലേക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവരൊരു മീറ്റിംഗ് കൂടാണ്, ആ ഒരു എക്യുപ്മെന്റിന്റെ ഉപയോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചാല് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ അവിടുത്തെ മാനേജ്മെന്റ് ഒക്കെ കൂടി ഒരു മീറ്റിംഗ് കൂടുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സപ്ലൈസിന് അവിടെ ക്ഷണിക്കപ്പെടുമോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സിന് ആ ഒരു സ്ട്രാറ്റജിക് മീറ്റിംഗിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുകൂടി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Next, there are numerous tips and tools through which companies need to effectively celebrate their suppliers and vendors, track their performance, and ultimately increase companies' overall productivity. എന്താണ്, ആ ഒരു കമ്പനിയുടെ കമ്പനികൾക്ക് ആ ഒരു സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സുമായി ബന്ധപ്പെട്ട വിതരണക്കാര്, സപ്ലയേഴ്സിനെ കുറിച്ചും വിതരണക്കാരെ കുറിച്ചും ഫലപ്രദമായി സെലിബ്രേറ്റ് ചെയ്യാനും അല്ലെ. പിന്നെ എന്താണ്, അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും ആ ഒരു വെൻഡേഴ്സിന്റെ പെർഫോമൻസ് പ്രകടനങ്ങള്
ട്രാക്ക് ചെയ്യാനും ആ ഒരു കമ്പനിയുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപാദനക്ഷമത, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ഒരു കമ്പനീസിന് എന്താണ് ന്യൂമറസ് ആയിട്ടുള്ള ടിപ്സുകളും ടൂൾസുകളും ഉണ്ടല്ലോ. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവർക്ക് ടൂർ പാക്കേജുകൾ കൊടുക്കാം. അതൊക്കെ എന്താണ് ഒരു ടിപ്സ് ആണ് അല്ലെ ഒരു തന്ത്രമല്ലേ അത് അല്ലെ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കുക. അപ്പൊ അതൊക്കെ ഒരു തന്ത്രമല്ലേ? അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ആ ഒരു വെൻഡേഴ്സിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും അല്ലെ പിന്നെ എന്താണ് എഫക്റ്റീവ് ആയിട്ട് അവര് ഒബ്സർവ് സെലിബ്രേറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഒബ്സർവ് ചെയ്യാന്ന് കേട്ടോ. ആ ഒരു വെൻഡേഴ്സിനെ നിരീക്ഷിക്കാനും ഓർഗനൈസേഷന് പല രീതിയിലുള്ള ന്യൂമറസ് ആയിട്ടുള്ള ടിപ്സുകളും ടൂൾസുകളും ഉണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ മീറ്റിംഗ് കൂടാ അവരുമായിട്ട് എന്താണ് 2-3 മാസം കൂടുമ്പോ മീറ്റിംഗ് കൂടി അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൂടെ ആ ഒരു വെൻഡേഴ്സിന്റെ അല്ലെ? അങ്ങനെ പല പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.